ഒരു കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് അവിടെ എത്തി സാർ എന്താ ക്യാൻസൽ ചെയ്യണം ട്രിപ്പ് വേണ്ട ഫസ്റ്റ് ഈ സെറ്റ് നെഗറ്റീവ് സാർ ഐ വിൽ വെയിറ്റ് സാർക്ക് ഇപ്പോൾ വേണ്ട ട്രിപ്പ് ഈ സെറ്റ് ഐ വോണ്ട് ദ ട്രിപ്പ് അറ്റ് 6 o'clock ഇറ്റ്സ് ഓക്കെ ഐ വിൽ കം അറ്റ് 6 o'clock വിൽ ഡു ദ ട്രിപ്പ് at the Uber rate. Now this customer came, he understood my behavior, everything. Now he's my regular customer. Okay. ഞങ്ങൾ നെഗറ്റീവായിട്ട് പോയാണെങ്കിൽ ഹി കാനോട്ട് ബി മൈ റെഗുലർ കസ്റ്റമർ റൈറ്റ്. അങ്ങനെ കുറേ കസ്റ്റമർ എൻ്റെ റെഗുലർ ആയിട്ടുണ്ട്. ചില കസ്റ്റമർ ലൊക്കേഷൻ തെറ്റായി ഇടും. ബട്ട് ഐ ആക്ട് ബിഹേവ് നാച്ചുറൽ. ഐ അണ്ടർസ്റ്റാൻഡ് ദി വേ ദേ ഡോണ്ട് നോ. അവർക്ക് അറിയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ട് അവിടെ അവർക്ക് ഓക്കെ ഫൈൻ നോ ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. ദെൻ ദേ ബിക്കം മൈ റെഗുലർ കസ്റ്റമർ. സോ അവർക്ക് അറിയാം ടെക്നോളജി ദേ ആർ ഹാൻഡിക്യാപ്പ്. സോ ദേ അണ്ടർസ്റ്റാൻഡ് മൈ ട്രസ്റ്റ്. ദേ കോൾ മീ. ഈ ആളുകൾ എങ്ങനെയാണ് യൂഷ്വലി ഹൗ പീപ്പിൾ ആളുകൾ എങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന രീതികളൊക്കെ? അതും പല കാറ്റഗറി ആൾക്കാർ എങ്ങനെയൊക്കെ യുവാക്കളാണെങ്കിലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് എല്ലാവർക്കും. അതായത് ഒരു കസ്റ്റമർ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും, നമുക്കിപ്പോൾ ഒരാളോട് സംസാരിക്കാം, കസ്റ്റമർ കയറി കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആണല്ലോ. ഫ്രണ്ട്ലി ആകാം. ചിലപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ ഒരു മരിപ്പിന് പോകണ ആവശ്യത്തിലായിരിക്കാം കയറിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്ന തന്നെ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് ഹായ് സാർ എന്ന് പറയുമ്പോൾ തന്നെ സോറി ഇങ്ങനെ പറയുന്ന കസ്റ്റമർ. ചില സ്ഥലത്ത് നമുക്ക് ആപ്പ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഐ നീഡ് എ സൈലന്റ് ഡ്രൈവർ, ഐ ആം ഓക്കെ ടു ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാറുണ്ട് ചില സ്ഥലത്ത്. അത് ഏത് ആപ്പിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഊബറിൽ അങ്ങനെ ഓപ്ഷൻ കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇന്റർഫേസ് കണ്ടിട്ടുള്ള ഗ്രാബ് ആപ്പാണ്. അടിപൊളിയാണ് ഗ്രാബ്, നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ തായ്ലൻഡിലൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാബ് ഇല്ലെങ്കിൽ ഒരു വീട് നടക്കുകയില്ല. വിയറ്റ്നാം എല്ലായിടത്തും ആ ഭാഗങ്ങൾ മൊത്തം ഗ്രാബിന്റെ പരിപാടികളാണ്. പറഞ്ഞോ. ചില കസ്റ്റമേഴ്സ് ബാക്കിലിരുന്ന് പറയാം ഇയാളെന്താ ബലം പിടിച്ച് ഓടിക്കണത്, മനസ്സിലായ ആ സാധനം. നിങ്ങൾ മിണ്ടാത്തതുകൊണ്ടാണ് ഞാനും മിണ്ടാതിരുന്നേച്ചത്, ഇനി നമുക്ക് മിണ്ടി പോവാം. പിന്നെ അങ്ങോട്ട് ചെവിയിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ സാധനം കൊടുത്തേക്കണം. അപ്പോൾ അത് നമ്മൾ സ്ഥിരം കസ്റ്റമറായി മാറണത്. പിന്നെ ഉള്ള കസ്റ്റമർ എന്ന് പറയുമ്പോൾ മിഡിൽ ഏജ് അതൊക്കെ ആയിരിക്കും. അത് മറ്റേ ജയസൂര്യയുടെ ഒരു പടമുണ്ട്. ജയസൂര്യയുടെ ഒരു പടത്തിൽ പേര് ചോദിക്കൂലേ, പേര് ചോദിക്കുമ്പോൾ ശ്രീകണ്ഠപുരത്തിന് ഇങ്ങനെ പറഞ്ഞു പോകൂലേ, അങ്ങനത്തെ കസ്റ്റമർ ഉണ്ട്. അങ്ങനത്തെ കസ്റ്റമർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാ, സ്ഥലം എത്തണം അറിയില്ല. അത് വേറൊരു വൈബാണ് സത്യത്തിൽ. നമ്മ ഓടിച്ചാൽ മതി. കസ്റ്റമർ ജനിച്ച അന്ന് മുതൽ ഇനിയിപ്പോൾ എപ്പോഴാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം അവിടം വരെയുള്ള ചരിത്രം പറയുന്ന കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ചില സമയത്ത് നമുക്ക് ട്രിപ്പുകളൊന്നും കിട്ടാതെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് നല്ല രീതിയിൽ 200 രൂപ മാത്രം കിട്ടിയ ദിവസമുണ്ട് എനിക്ക്. ഇപ്പോൾ ഊബറിൽ ഞാൻ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 6,000 rupees ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം 6,000 rupees ഏൺ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ 200 രൂപ ഏൺ ചെയ്ത് 200 രൂപ കിട്ടിയുള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസാണ്. ഈ 6,000 കണ്ട് വീഡിയോ കണ്ട് ആൾക്കാർ 100 പേര് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ വണ്ടികൾ കൂടി, മനസ്സിലായോ? അപ്പോൾ അതല്ല ശരിക്കും പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ എമൗണ്ട് ആയിരിക്കും നമുക്ക് കയറുന്നത്. ഇറ്റ് ഡിപ്പെൻസ് ട്രിപ്പ്.